നല്ല സ്വപ്നം കാണാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചരിത്രം നമുക്കൊന്ന് ഓർത്തു നോക്കാം. സുബഹിൻ്റെ സമയത്ത് സഹാബികൾ വരുമ്പോൾ ആ പ്രിയപ്പെട്ട സഹാബികളോട് നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറയൂ എന്ന് റസൂലുള്ളാഹി ചോദിക്കും. സഹാബികൾ ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. ഞാൻ ഇന്നലെ അങ്ങനെ സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ആരും സ്വപ്നം കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഇന്ന് ആരും സ്വപ്നം കണ്ടില്ലല്ലോ, എന്താ കാരണം? അപ്പോൾ കണ്ടില്ല നബിയെ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നല്ല സ്വപ്നം കാണണമെങ്കിൽ നല്ല ശുദ്ധിയിൽ കിടന്നുറങ്ങണം, നഖം മുറിക്കുന്നവരായിരിക്കണം, ശരീരവും മനസ്സും വൃത്തിയിലും ശുദ്ധിയിലും സൂക്ഷിക്കുന്നവരായിരിക്കണം. അവർ തീർച്ചയായിട്ടും നല്ല സ്വപ്നം കാണുമെന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളെപ്പോഴും നല്ല സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിക്കുക, നല്ല സ്വപ്നത്തിന് വേണ്ടി ഒരുങ്ങുക. രാത്രി കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്നതും കുഴിയിൽ വീഴുന്നതും പാമ്പ് കൊത്തുന്നതും തീ കത്തുന്നതും വാഹനാപകടത്തിൽപ്പെടുന്നതും മാരക രോഗം വന്ന് തളർന്നു വീഴുന്നതും കുടുംബത്തിൽ വലിയ ക്ഷതമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ട് ക്ഷീണിക്കാതെ നല്ല സ്വപ്നങ്ങൾ കാണാനും ആ നല്ല സ്വപ്നങ്ങൾ കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാവാനും വേണ്ടി ആഗ്രഹിച്ച് നല്ല വൃത്തിയിൽ നഖം വെട്ടുക എന്നത് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നല്ല വൃത്തിയിലും ശുദ്ധിയിലും നമ്മൾ കിടക്കുക.